ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖാന നവനാൾ 8-ാം ദിവസം. തിരുവചനം യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. മറിയത്തിന്റെയും അവരുടെ സഹോദരി മർത്തയുടെയും ഗ്രാമത്തിൽ നിന്നുള്ള ഒരുവൻ, ബഥാനിയയിലെ ലാസർ, രോഗബാധിതനായി. ഈ മറിയമാണ് കർത്താവിന് പരിമളതൈലം പൂശുകയും തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടയ്ക്കുകയും ചെയ്തത്. അവളുടെ സഹോദരനായ ലാസർ ആയിരുന്നു അസുഖം ബാധിച്ച് കിടപ്പിലായത്. കർത്താവെ, ഇത് അങ്ങേക്ക് പ്രിയപ്പെട്ടവൻ രോഗം ബാധിച്ച് കിടക്കുന്നുവെന്ന് പറയാൻ ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു. അത് കേട്ടിട്ട് യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. യേശു മർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. എങ്കിലും അവൻ രോഗിയായി കിടപ്പിലാണെന്ന് കേട്ടിട്ടും യേശു ആയിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം പാർത്തു. അതിനുശേഷം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് വീണ്ടും യഹൂദായിലേക്ക് പോകാം. ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, റബ്ബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ ഭാവിക്കുകയായിരുന്നല്ലോ, നീ വീണ്ടും അവിടെ പോകുകയാണോ? യേശു പ്രതിവചിച്ചു, പകലിന് 12 മണിക്കൂർ ഇല്ലേ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിന്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറി വീഴുന്നില്ല. രാത്രിയിൽ നടക്കുന്നവനോ ഇടറി വീഴുന്നു, കാരണം അവന് വെളിച്ചമില്ല. ഇക്കാര്യങ്ങൾ അവൻ പ്രതിപാദിച്ചു. അനന്തരം അവൻ അവരോട് പറഞ്ഞു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, എങ്കിലും ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, കർത്താവേ, അവൻ ഉറങ്ങുന്നുവെങ്കിൽ അവൻ സുഖം പ്രാപിക്കും. യേശുവാകട്ടെ അവന്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, എന്നാൽ ഉറക്കമെന്ന നിദ്രയെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി. ഞാൻ അവിടെ ഇല്ലാഞ്ഞതിൽ നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കാൻ ഇടയാകുമല്ലോ. എങ്കിൽ നമുക്ക് അവന്റെ അടുക്കലേക്ക് പോകാം. ദീദിമസ് എന്നു പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തൊരു കാര്യം ഒന്ന് ആവർത്തിക്കാം. ആരാണ് ലാസർ? ലാസർ രോഗിയായി എന്നല്ല അവരറിയിച്ചത്. ഞങ്ങളുടെ നേരാങ്ങള രോഗിയായി എന്നല്ല പറഞ്ഞത്. ഞങ്ങളുടെ സഹോദരൻ രോഗിയായി എന്നല്ല പറഞ്ഞത്. മറിച്ച് അങ്ങേക്ക് പ്രിയപ്പെട്ടവൻ രോഗിയായി. ദൈവത്തിന്, ഈശോയ്ക്ക് പ്രിയപ്പെട്ടവൻ രോഗിയായിരിക്കുന്നു. ദൈവം സ്നേഹിച്ച ലോകത്തിന്റെ പ്രതിനിധിയാണ് ലാസർ. അങ്ങേക്ക് പ്രിയപ്പെട്ടവൻ മരിച്ചുപോയി, അങ്ങേക്ക് പ്രിയപ്പെട്ടവൻ രോഗിയായി, അങ്ങേക്ക് പ്രിയപ്പെട്ടവൻ മരിച്ചുപോയി. അങ്ങനെയാണ് ലാസറിന്റെ പെങ്ങന്മാർ ഈശോയോട് പറയണേ. ദൈവം സ്നേഹിച്ച ലോകം രോഗാവസ്ഥയിലാണ്, മരിച്ചിരിക്കുകയാണ്. ആ ലോകത്തെ രോഗത്തിൽ നിന്നും മരണത്തിൽ നിന്നും ജീവനിലേക്ക് നയിക്കുന്ന പ്രക്രിയ, ആ പ്രക്രിയ നടത്താനാണ് ഈശോ വന്നത്. പക്ഷെ ആ പ്രക്രിയയിൽ, ലാസറിനെ ഉയർപ്പിക്കുന്ന പ്രക്രിയയിൽ, ദൈവം സ്നേഹിച്ച ലോകത്തെ ഉയർപ്പിക്കുന്ന പ്രക്രിയയിൽ ഈശോ കൊല്ലപ്പെടും, ഈശോ മരിക്കേണ്ടി വരും. പക്ഷെ ഈശോയുടെ മരണത്തിലൂടെ മാത്രമേ ലോകത്തിന് ജീവൻ കൊടുക്കാനാകൂ. അപ്പൊ ലാസറിന്റെ കുഴിമാടത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഈശോ തന്റെ കബറിടമാണ് ഓർക്കുന്നത്. അത് അവനെ ആത്മാവിൽ അസ്വസ്ഥനാക്കുകയും അവൻ നെടുവേർപ്പെടുകയും കരയുകയും ചെയ്തു. ലാസറിനെ ഉയർപ്പിച്ച ഈശോയെ വധിക്കണമെന്ന് പ്രധാന പുരോഹിതൻ തീരുമാനിക്കുന്നത് ഇവിടെ നമ്മൾ ഓർക്കണം. ഇതിന്റെ ഇമ്മീഡിയറ്റ് പ്രതികരണം എന്തായിരുന്നു? യോഹന്നാൻ സുവിശേഷം 11:45 മുതൽ 57 വരെ. നിങ്ങൾക്ക് യാതൊന്നും അറിഞ്ഞുകൂടാ. ഈ ദേശരാഷ്ട്രം മുഴുവൻ നശിക്കാതിരിക്കാൻ ഒരുവനെ കൊന്നാൽ മതി എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നില്ല എന്നാണ് മഹാപുരോഹിതൻ പറഞ്ഞത്. ഈശോയെ കൊന്നാൽ എല്ലാ പ്രശ്നം തീരുമെന്നാണ് മഹാപുരോഹിതൻ പറഞ്ഞത്. ഇങ്ങനെ ഈ മഹാപുരോഹിതൻ തീരുമാനിക്കുമെന്നും സാങ്കേതിക സംഘം വിളിച്ചു കൂട്ടുമെന്നും ഈശോയ്ക്ക് മരണശിക്ഷ വിധിക്കുമെന്നൊക്കെ ഒരു പ്രവാചകനെ പോലെ, ദീർഘദർശിയെ പോലെ തിരിച്ചറിഞ്ഞ ആളാണ് തോമസ് ലീഗ. അവനോടുകൂടെ പോകുന്നത് മരിക്കാൻ വേണ്ടിയാ. അവനോടുകൂടെ മരിക്കേണ്ടതിനാണ് നമ്മൾ പോകുന്നത്, ജീവിക്കാനല്ല. അത് ചെറിയ ഒരു വെളിപാടല്ല, വലിയ വെളിപാടാണ്. ലാസറിന്റെ പുനരുജ്ജീവനത്തിലുണ്ടായ 2 പ്രതികരണങ്ങളിൽ ഒന്നാണ് പ്രധാന പുരോഹിതന്റെ തീരുമാനം. ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കണം, ഒരുവനെ കൊല്ലണം. രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപമോചനമില്ല. അത് മൃഗരക്തമല്ല, ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ ഒരാളുടെ പ്രാണനാണ്. അതായത് ലാസറിനെ ഉയർപ്പിക്കുന്നത് ഈശോയെ മരണത്തിലേക്ക് വലിച്ചിഴയ്ക്കും. അത് തിരിച്ചറിയുന്ന ഈശോ മരണമെന്ന യാഥാർത്ഥ്യത്തിന് മുമ്പിൽ അസ്വസ്ഥനായി നെടുവേർപ്പെട്ട് വിതുമ്പിപ്പോകുകയാണ്. അപ്പൊ തോമസ് ലീഗ പറയും, ഞങ്ങളുണ്ട് നിന്റെ കൂടെ മരിക്കാൻ. ഗെത്സമനിലെ അനുഭവം മുൻകൂറായി അനുഭവിക്കുകയാണ് ഈശോ. അപ്പൊ ഈശോയുടെ രഹസ്യത്തിന്റെ ഒരു വലിയ ചക്രവാളമാണ് ഇവിടെ ആവിഷ്കരിക്കപ്പെടുന്നത്. ആ ചക്രവാളം, ആ ഡൈമെൻഷൻ, അത് തിരിച്ചറിഞ്ഞ
ഏറ്റവും അടുത്ത് തിരിച്ചറിഞ്ഞ ആളാണ് തോമസ് ലീഗ. ഒരു ദീർഘദർശി, ഒരു പ്രവാചകൻ. ആ മനസ്സായിരുന്നു തോമസ് ലീഗയ്ക്ക് ആ സമയത്ത്. ദൈവം മനുഷ്യനായി വന്ന ആളാണ് ഈശോ. പാപമൊഴികെ മറ്റെല്ലാത്തിലും മനുഷ്യനോട് ഒന്നായ അവൻ. ഹെബ്രായലേഖനം 4:15, 2 കൊരിന്തോസ് 5:21. അങ്ങനെയുള്ള അവൻ ഈ മരണമെന്ന പാപത്തിന് ശിക്ഷയാണ് മരണം, അതിലൂടെ കടന്നുപോയി മരണത്തെ തോൽപ്പിച്ച് മരിച്ചവരിൽ ഉയർപ്പിക്കപ്പെടും. പക്ഷെ ഈ മരണമെന്ന പ്രക്രിയയിലൂടെ പോകണം. അത് കർത്താവിന് വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ട്. മരണമെന്തെന്ന് നമുക്കറിയില്ല, അവനറിയാം. നമുക്ക് എത്ര പേർക്ക് അറിയാം എന്താണ് മരണമെന്ന്? നമുക്കറിയില്ലല്ലോ. മരിച്ചതിന് ശേഷം മരിച്ചു കിടക്കുന്ന എന്താണ് മരണം, ആ മരണസമയത്ത് എന്ത് സംഭവിക്കുന്നു, ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അതാരും പറയാൻ വന്നിട്ടുമില്ല. പക്ഷെ കർത്താവിന് ഇതൊക്കെ അറിയാം എന്താണ് മരണമെന്ന്. അത് കർത്താവിന് വല്ലാതെ അസ്വസ്ഥനാക്കുന്നു. ആ അസ്വസ്ഥത തിരിച്ചറിഞ്ഞ തോമ പറയാണ്, ഞങ്ങളുണ്ട് നിന്റെ കൂടെ മരിക്കാൻ, ഞങ്ങളുണ്ട് നിന്റെ കൂടെ മരിക്കാൻ. തോമാക്ക് അതിന്റെ കർത്താവിനെ അറിഞ്ഞ പോലെയൊന്നും തോമസിനെ അറിഞ്ഞിട്ടില്ല. പക്ഷെ മറ്റാരേക്കാളും കൂടുതൽ അറിഞ്ഞു. നീ അസ്വസ്ഥനാകുന്നതും നീ നിറവേർപ്പെടുന്നതും കരയുന്നതും ഞങ്ങൾക്കറിയാം, മനസ്സിലാകും. പക്ഷെ ഞങ്ങളുണ്ട് നിന്റെ കൂടെ, മരണത്തിൽ ഞങ്ങളുണ്ട് നിന്റെ കൂടെ. അങ്ങനെ പറയാൻ എന്തൊരു ചങ്കൂറ്റം വേണം. മാനുഷികമായ ബഹുവികാരത്തിന്റെ മുഴുവൻ വ്യാപ്തിയും അതിതീവ്രതയും ഈശോ അനുഭവിക്കുമ്പോൾ അത് കുറച്ചെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞത് തോമസ് ലീഗയ്ക്കാണ്. താനും സഹശിഷ്യന്മാരും ഇത്തരം ഒരു അവസ്ഥയിലും ഈശോയുടെ കൂടെ നിലയുറപ്പിക്കുമെന്ന് തോമസ് ലീഗ സഹശിഷ്യന്മാർക്ക് വേണ്ടി പ്രഖ്യാപിക്കുക. പത്രോസ് അല്ല പ്രഖ്യാപിക്കുന്നത്, ഇപ്പോ തോമസ് ലീഗയാണ്. അവനോടുകൂടി മരിക്കേണ്ടതിന് നമുക്ക് പോകാം, മരണത്തിൽ നീ തനിച്ചായിരിക്കില്ല എന്ന ആശ്വാസ വാക്കാണ് തോമസ് ലീഗ ഈശോയോട് പറയണേ. തീർന്നില്ല. മരണത്തിന്റെ ആഴത്തിലേക്ക് ക്രിസ്തു ഇറങ്ങി. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, നരകത്തിലേക്ക് ഇറങ്ങി, പാതാളത്തിലേക്ക് ഇറങ്ങി എന്നും വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നു കത്തോലിക്ക സഭയുടെ മതബോധനം 635. അവിടെയുള്ളവർ, മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുകയും കേൾക്കുന്നവരെ ജീവിക്കുകയും ചെയ്യും എന്ന് ഈശോ വെളിപ്പെടുത്തിയിരുന്നു, യോഹന്നാൻ 5:25. ജീവന്റെ നാഥനും ഉറവിടവുമായ ഈശോ മരണത്തിന്റെ മേൽ അധികാരമുള്ള പിശാചിനെ തോൽപ്പിക്കുകയും നശിപ്പിക്കുകയും മരണഭയമുള്ളവരെയും ജീവപര്യന്തം തടവിലായിരുന്നവരെയും മോചിപ്പിക്കുകയും ചെയ്തു. ഹെബ്രായലേഖനം 2:13-14. അതിനാൽ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുകൾ ഈശോയുടെ കയ്യിലാണ്. വെളിപാട് 1:18. അങ്ങനെ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുള്ള സകലരും അവരുടെ മുട്ടുകള് ഈശോയുടെ മുമ്പിൽ മടക്കുന്നു. ഫിലിപ്പിയ ലേഖനം 2:10. ദൈവം മനുഷ്യനാകുക എന്ന രഹസ്യത്തിന്റെ എല്ലാ ആഴത്തിലേക്കും ഈശോ കടന്നു ചെല്ലുകയാണ്. മരണം ഉൾപ്പെടെ മനുഷ്യന്റെ സകല വേദനകളും അനുഭവിക്കുകയും ചെയ്തിട്ടാണ് ജീവൻ, സമൃദ്ധമായ ജീവൻ, ബയോളജിക്കൽ ജീവൻ, അതീതമായ ജീവൻ ഈശോ നമുക്ക് നൽകുന്നത്. അവനോടുകൂടെ മരിക്കാൻ നമുക്കും പോകാമെന്ന പ്രഖ്യാപനത്തിലൂടെ തോമസ് ലീഗ ഈ സത്യത്തിലേക്കൊക്കെ കഴിച്ചുകൊണ്ടാണ്. ഈശോയുടെ അപ്പസ്തോലന്മാരിൽ തോമസ് ലീഗയോളം മരണത്തിന്റെ പൊരുളുകൾ അറിഞ്ഞവർ മറ്റാരുമില്ല. ഈശോയുടെ അപ്പസ്തോലന്മാരിൽ അല്ലെങ്കിൽ ലോകത്തുനിന്നുള്ള മനുഷ്യരിൽ മരണത്തിന്റെ പൊരുളുകൾ ഈശോയെ മാറ്റി നിർത്തിയാൽ മരണത്തിന്റെ പൊരുളുകൾ അറിഞ്ഞ മറ്റാരും തന്നെയില്ല, തോമസ് ലീഗ ഒഴികെ. ആ തോമസ് ലീഗയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവ്. ഭാരതത്തിൽ സഭ സ്ഥാപിച്ചത്, ക്രിസ്തുവിന്റെ സഭ ഭാരതത്തിൽ സ്ഥാപിച്ചത് തോമസ് ലീഗയാണ്. എത്രയോ അഭിമാനത്തോടു കൂടിയാണ് നമ്മളത് പറയേണ്ടത്. ആ അഭിമാനത്തിന് ക്ഷതമേറ്റിരിക്കുകയാണ് ഇപ്പോൾ ആ പൗരാണികമായ ലിറ്റർജിയെയും നമ്മുടെ പാരമ്പര്യത്തെയും നഖശികാന്തം വികൃതമാക്കുന്നത്. അത് മെത്രാന്മാരെ തന്നെ അതിന് മുൻകൈയെടുത്ത് നിൽക്കുകയാണ്. എന്താണോ സംരക്ഷിക്കേണ്ടത്, ആരാണ് സംരക്ഷിക്കേണ്ടത്, ആ സംരക്ഷകരെ തന്നെ നശിപ്പിക്കുകയാണ്. അപ്പൻ തന്നെ മകളെ വ്യഭിചാരം ചെയ്യുന്നതിന് തുല്യമാണ് നമ്മുടെ മെത്രാന്മാര് നമ്മുടെ വിശ്വാസ പൈതൃകത്തെ വ്യഭിചരിക്കുന്നത്. സ്വന്തം അപ്പൻ തന്നെ മകളെ വ്യഭിചാരം ചെയ്യുക. അതുപോലെയാണ് നമ്മുടെ മെത്രാന്മാര്. സീറോ മലബാർ സഭയിൽ ആയിരുന്നുകൊണ്ട് സീറോ മലബാർ സഭയുടെ പാരമ്പര്യങ്ങളെയും വിശ്വാസത്തെയും തോമസ് ലീഗ പകർന്നുന്ന സകലതിനെയും നശിപ്പിക്കാനായിട്ട് കോപ്പുകുട്ടി നടക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ വചനപ്രഘോഷണത്തില് നമ്മൾ സാധാരണ വചനപ്രഘോഷണം വ്യത്യസ്തമായ ചില നിയോഗങ്ങളും ഉൾവെച്ചത്. കാരണം പൈശാചിക പ്രവൃത്തികളിലാണ് പലരും ഏർപ്പെട്ടിരിക്കുന്നത്. ആ ആത്മാവിന്റെ വാളുപയോഗിച്ച് സാത്താന്റെ ശക്തികൾക്കെതിരെ പടപൊരുതാന്ന് പറഞ്ഞാൽ ഇതാണ്. ക്ഷമിക്കലും പൊറുക്കലും മാത്രമല്ല ആത്മാവിന്റെ വാള് വീശാനുള്ളതാണ് പൈശാചിക ശക്തികൾക്കെതിരെ. ഇപ്പൊ പൈശാചിക ശക്തി പ്രവർത്തിക്കുന്നത് ആരാണോ പൈശാചിക ശക്തികൾ പുറത്താക്കേണ്ടത് അവരിലാണ്. അപ്പൊ നമ്മൾ വാളെടുക്കാനായിട്ട് ആത്മാവിന്റെ വാളായ വചനം എടുക്കാൻ നമ്മൾ നിർബന്ധിതരാകുകയാണ്.
നമ്മളത് ചെയ്യുകയാണ്. അതിനാൽ ഇന്ന് നമ്മുടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സൽപ്രവൃത്തി എന്ന് പറയുന്നത് വീണ്ടും ആദ്യം ചെയ്ത സംഗതി തന്നെയാണ്. തോമായുടെ സിംഹാസനം, പിന്നെ ലിറ്റർജി പ്രതിസന്ധി, മാനിക്കേനോ മാർത്തോമസ് ലീവ, ഈ 3 പുസ്തകങ്ങൾ അത് വാങ്ങിച്ച് വായിക്കുക. ഇനി അത് നിങ്ങൾ വാങ്ങിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു സംഗതി പ്രപ്പോസ് ചെയ്യാണ്. ബെനഡിക്ട് മാർപ്പാപ്പ എഴുതിയിരിക്കുന്ന നസ്രത്തിൽ യേശു എന്നിട്ട് 3 വോള്യങ്ങളുണ്ട്. അത് ഇനിയും വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് വായിക്കുക. 200 കൊല്ലത്തിനിടയിൽ ഈശോ മിശിഹായെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന ഏറ്റവും നല്ല പുസ്തകമെന്ന് യൂറോപ്പിലും ലോകത്തിലും മുഴുവൻ വാഴ്ത്തിയിരിക്കുന്ന പുസ്തകമാണ് നമുക്ക് മലയാളത്തിൽ കിട്ടിയിരിക്കുന്നത്. കുറച്ച് പൈസ ചെലവഴിച്ച് ബെനഡിക്ട് മാർപ്പാപ്പയുടെ ഈ നസ്രത്തിൽ യേശു എന്ന പുസ്തകം അത് വാങ്ങിച്ച് വായിച്ച് പറ്റുമെങ്കിൽ വിതരണം ചെയ്യുക. അതാണ് സൽപ്രവൃത്തി. സുഹൃദയപം നമ്മൾ മലയാളത്തിലേക്ക് വീണ്ടും വരികയാണ്. തോമാസ് ലീഹായോടൊപ്പം ചേർന്ന് തോമാസൊക്കെ ചെയ്തതുപോലെ ഈശോയെ നോക്കി പറയാം, വിശ്വാസത്തിന്റെ പ്രഖ്യാപനം പറയാം, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. ആവർത്തിക്കുക പല പ്രാവശ്യം. ഇന്ന് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.